Hi students, welcome to Edream Classroom. So today or in this session we are going to discuss the important topics from the paper BEGC 109 British Romantic Literature. Okay, so this session will be like an exam oriented സെഷൻ. ഓക്കെ, ഒരു എക്സാം ഓറിയന്റഡ് സെഷൻ ആയിട്ടാണ് നമ്മൾ ഇത് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് മാരത്തോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിലുള്ള എല്ലാ ബ്ലോക്കിലെയും, അതായത് 4 ബ്ലോക്കാണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്. അപ്പൊ ഈ ബ്ലോക്കിലെ എല്ലാ യൂണിറ്റ്സിലെയും കാര്യങ്ങൾ, അതിൽ മെയിൻ ആയിട്ട് എക്സാമിന് വരും അല്ലെങ്കിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ കുറേയൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് എല്ലാം കൂടി ഒന്ന് എന്ത് ചെയ്തോ അനലൈസ് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാമിന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതും കൂടി നോക്കിയിട്ട് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏതാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജിന്റെ പീരീഡ് വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. 1789 to 1837. ഓക്കെ, 1789 to 1837 ആണ്. അപ്പൊ അറിയാലോ അല്ലെ, റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം വരേണ്ടത് എന്താണ്, നമ്മുടെ ലിറിക്കൽ ബാലഡ്സിന്റെ പബ്ലിക്കേഷൻ. ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1789. ഓക്കെ, പബ്ലിഷ്ഡ് ബൈ ഹൂം? ആരൊക്കെ ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോളറേജ്, ST കോളറേജ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് പറയും. അപ്പൊ ഇവിടെ നമ്മള് എന്താ പറയാ, ബ്ലോക്ക് 1 മൊത്തം നമ്മൾ ഡീൽ ചെയ്തത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അല്ലെ, പ്രധാനപ്പെട്ട റൊമാൻറ്റിക് റൈറ്റേഴ്സ് അല്ലെ, റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ റൈറ്റേഴ്സ് അവരെയൊക്കെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു BPD അല്ലെങ്കിൽ ഈ ഒരു സെഷൻ, ഈ BPDയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതായത് ഏജ് ഓഫ് റെവല്യൂഷൻസ്, ബാലഡ് റിവൈവൽ, ടോപ്പോഗ്രാഫിക്കൽ പോയട്രി, അങ്ങനെയൊക്കെ. പിന്നെ മേജർ തീംസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഡീപ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ ഫിക്ഷൻ, പ്രോസ്, ഇതിൽ ഈ ഒരു പേപ്പറിലുള്ള ഫിക്ഷൻസും പ്രോസുകളും നമ്മൾ നോക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതായത് ഏജ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ റൊമാൻറ്റിക് ഏജിനെ പറയുന്ന ഒരു പേരും കൂടിയാണ് ഏജ് ഓഫ് റെവല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെ ഏജ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, ഏജ് ഓഫ് റെവല്യൂഷൻ. ഏജ് ഓഫ് റെവല്യൂഷന്റെ എന്തുണ്ട്, ഓക്കെ, ഏജ് ഓഫ് റെവല്യൂഷൻ അല്ലെ, പ്രൈമറി കാറ്റലിസ്റ്റ്, ലേബർട്ടി, ഇഗാലിറ്റേറിയൻ ലിറ്ററേച്ചർ, then fraternity, inspired Wordsworth and Coleridge, redirected focuses towards common man and human rights. ഇതൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു കാര്യം കൂടി വരുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ലിറിക്കൽ ബാലഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ലിറിക്കൽ ബാലഡിന്റെ പബ്ലിക്കേഷൻ 1789 ഞാൻ പറഞ്ഞത് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, 1798 മാറി പോയത്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു, എത്ര തവണ നമ്മളത് നോക്കിയാലും മാറിപ്പോവും. ഓക്കെ, സോ 1789 എന്താണ്, ഫ്രഞ്ച് റെവല്യൂഷനെയാണ് നമ്മൾ എന്താ പറയാ 1789 ഉള്ളത്. 1798 ആണ് ലിറിക്കൽ ബാലഡ്. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും നിങ്ങൾ മാറിപ്പോവും ചെയ്യരുത്. 89 ഫ്രഞ്ച് റെവല്യൂഷൻ ആണെങ്കിൽ 98 ആണ് എന്ത്, 98 ആണ് എന്ത്, നമ്മുടെ ലിറിക്കൽ ബാലഡിന്റെ പബ്ലിക്കേഷൻ. ഓക്കെ, പബ്ലിഷ്ഡ് ബൈ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോളറേജ്. ഓക്കെ, അപ്പോൾ 1798 മുതലാണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ് വരുന്നത് പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് മുതലാണ്. എന്നിരുന്നാലും നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് എന്താണ്, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒന്നുമില്ല, എങ്ങനെയാണ് ആ റെവല്യൂഷൻ സംഭവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം,
ജസ്റ്റ് ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെച്ച് പോയാൽ മതി. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫിലോസഫി ഓഫ് സെന്റിമെന്റ് അല്ലെ, റിജക്റ്റഡ് നിയോ ക്ലാസിക്കൽ റിജിഡ് റൂൾസ്. അത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഏജ് ആയിരുന്നു നിയോ ക്ലാസിക്കൽ ഏജ്. അപ്പൊ അതിന്റെ റിജിഡ് റൂൾസിനൊക്കെ റിജക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഒരു ഏജ് ആയിട്ട് വന്നതും കൂടിയായിരുന്നു നമ്മൾ റൊമാൻറ്റിക് ഏജ് വരുന്നത്. ദെൻ എലവേറ്റഡ് ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി, ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ. അപ്പൊ ഇവിടെ സബ്ജക്ടിവിറ്റിക്കും അതായത് സബ്ജക്ടിവിറ്റിക്കും പറയാം, എലവേറ്റഡ് ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി ആൻഡ് ഇമോഷൻ, ഇമാജിനേഷൻ. ഇത്രയും കാര്യങ്ങൾക്കാണ് റൊമാൻറ്റിക് ഏജ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താ ഫോക്കസ് ആയിട്ട് നിലനിന്നിരുന്നത്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ, സബ്ജക്ടിവിറ്റി, ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, പിന്നെ പറയാനുള്ളത് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ഏജ് ഓഫ് റവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടൊന്ന് തുടങ്ങാം. അതായത് ഇറ്റ്സ് ഏജ് ഓഫ് റവല്യൂഷൻ, സ്റ്റാർട്ടഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. അതിലെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. അതാണ് അവിടെ ലിബർട്ടി, ഇഗാലിറ്റി, എന്താണ് ഫ്രെറ്റേണിറ്റി കൊടുത്തത്. അതായത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നുള്ള മുദ്രാവാക്യമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ വേർഡ്സ്വർത്തും കോളേജൊക്കെ ആയിരുന്നു അവിടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്? കോമൺ മാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ എന്തായിരുന്നു? അതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റവല്യൂഷൻ കൂടിയായിരുന്നു അത്. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഫിലോസഫി, എന്തായിരുന്നു റൊമാൻറ്റിക് ഏജിന്റെ ഫിലോസഫി എന്നുള്ളത്? അതായത് എലവേറ്റഡ് ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി, ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ എന്താണ്? അത് റിജക്റ്റഡ് ഏതിനെ? നിയോ ക്ലാസിക്കൽ റിജിഡ് റൂൾസ് എന്നുള്ളതും. ഓക്കെ, നൗ നമ്മുടെ ലിറ്റററി ഫോംസ് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളതാണ് ലിറ്റററി ഫോംസ് ഏതൊക്കെയാണ്? ബാലഡ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ പോയറ്റ്. ബാലഡ് ബാലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? റൊമാൻറ്റിക് ബാലഡ് റിവൈവൽ. അതായത് ഫോക്ക് ഫോം റീഇൻവെന്റഡ് ബൈ റൊമാൻറ്റിക്. ഫോക്ക് ഫോംസ് അല്ലെങ്കിൽ ഫോക്ക് ലിറ്ററേച്ചർ കുറെ ഉണ്ടായിരുന്നു. അതിനെ റീഇൻവെന്റഡ് ചെയ്തു അല്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തിട്ട് റൊമാൻറ്റിക്സ് ആണ് അതിനെ എന്ത് ചെയ്തത്? അതായത് ബെസ്റ്റ് എക്സംപ്ലിഫൈഡ് ബൈ വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ലിറിക്കൽ ബാലഡ്സ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഫോക്ക് ലിറ്ററേച്ചറിനെ ലിറിക്കൽ ബാലഡ് ആക്കി മാറ്റി. അതാണ് 1798. ഒരിക്കലും നിങ്ങൾ മറക്കരുത് 1798. 1789 ആണ് ഫ്രഞ്ച് റവല്യൂഷൻ, 98 ആണ് ലിറിക്കൽ ബാലഡ്. ദെൻ മ്യൂസിക്കാലിറ്റി, എങ്ങനെ അതിന്റെ ഒരു റൈം സ്കീം വരുന്നത്? ABCB അല്ലെങ്കിൽ ABAB അല്ലെ, ക്വാട്രേറ്റ് സ്റ്റാൻസാസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഏത്? ലിറിക്കൽ ബാലഡ് കേട്ടോ. Then captured authentic rural and working class speech, democratizing high literature. ഹൈ ലിറ്ററേച്ചർ, അതായത് സാധാരണ ആളുകൾക്ക്, കോമൺ മാന് അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള ലിറ്ററേച്ചറുകൾ കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൈം പീരീഡ് കൂടിയായിരുന്നു നമ്മുടെ റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്നുള്ളത്. ഇനി അവിടെ ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന് പറയുന്നുണ്ട്. എന്താണ് ടോപ്പോഗ്രഫിക്കൽ? അതായത് നമ്മളൊരു ലോക്കൽ ഏരിയനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രഫി, ഒരു ലാൻഡ്സ്കേപ്പിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതുന്ന പോയട്രീനെയാണ് ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന് പറയുന്നത്. ഇവിടെ മാപ്സ് റിയൽ ലാൻഡ്സ്കേപ്പ് വിത്ത് ഫിലോസഫിക്കൽ ആൻഡ് പേഴ്സണൽ റിഫ്ലക്ഷൻസ്. ആ ഫിലോസഫിക്കൽ റിഫ്ലക്ഷനോട് കൂടി പേഴ്സണൽ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പോഗ്രഫിക്കൽ പോയട്രിയിൽ വരുന്നത്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോർജ് ഗ്രാബയുടെ ദ വില്ലേജ് എന്നുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ജോർജ് ഗ്രാബയുടെ വില്ലേജ്. ഓക്കെ, അതൊരു എന്താണ്? പാസ്റ്ററൽ പോയട്രിയാണ്. പാസ്റ്ററൽ മീൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? ഒരു വില്ലേജ് അല്ലെങ്കിൽ റൂറൽ സെറ്റിങ്സിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ റൂറൽ സെറ്റിങ്സ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതുന്ന പോയട്രീനെയാണ് പാസ്റ്ററൽ പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പോസ്ഡ് റൂറൽ പോവർട്ടി ആൻഡ് സിസ്റ്റമാറ്റിക് ഡെസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, നമ്മുടെ വില്ലേജ് എന്ന് പറയുമ്പോൾ എന്താ? പ്രകൃതി സുന്ദരമായ പ്ലേസ് അല്ലെ, എപ്പോഴും പച്ചപ്പും ഹരിതാഭയും മാത്രം. എന്നാൽ അങ്ങനെയല്ല, വില്ലേജിലെ ആളുകളും ദുരിതം അനുഭവിക്കുന്നുണ്ട്. ദേ ആർ ഓൾസോ സഫറിങ്, ദേ ആർ ഓൾസോ ഫേസിങ് സോ മെനി കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് അല്ലെ. അതൊക്കെ
മനസ്സൊക്കെ തുറന്നു കാണിക്കുന്ന കൈൻഡ് ഓഫ് പോയട്രി കൂടിയാണ് പാസ്റ്ററൽ പോയട്രി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റൊമാൻറ്റിക് റിയലിസം കാണാൻ പറ്റും. റിയലിസ്റ്റിക് റിയൽ ലൈഫ് ഓഫ് റൂറൽ ലൈഫ് നമുക്ക് അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ റിയൽ ലൈഫ് ഓഫ് കോമൺ മാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് നമ്മുടെ ഫസ്റ്റ് അല്ലെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വലിസം, സബ്ജക്ടിവിറ്റി, റെബല്യൻ എന്ന് പറഞ്ഞു കാണാം. സോ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓർഡറിലല്ല വന്നിരിക്കുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത കുറച്ച് പോയിന്റ്സ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സംസാരിച്ചു. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ, റൊമാൻറ്റിക് ഏജിൽ വന്നിട്ടുള്ള മെയിൻ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. So individualism lies at the heart of the romantic project. Authentic truth flows from internalized subjective experience rather than church, state or academy. അല്ലെ, അതായത് ഇൻഡിവിജ്വലിസം ആണ് ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിക് പ്രൊജക്റ്റിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് സബ്ജക്ടിവിറ്റി അല്ലെ, ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയല്ല. ഓരോ പേഴ്സണും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റൊമാൻറ്റിക് രീതിയിൽ. നമുക്ക് പോയറ്റ്സിന്റെ ഇമോഷൻസും ഫീലിങ്സും എക്സ്പീരിയൻസും പോയറ്റ്സ് അവരുടേതായ എന്താണ് ഇന്റർപ്രിട്ടേഷനിലൂടെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഓരോ പോയിന്റ്സും, എസ്പെഷ്യലി നമ്മുടെ റൊമാൻറ്റിക് പോയിന്റ്സ് അല്ലെ. അപ്പൊ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നതാണ് ഏറ്റവും ഹാർട്ട് ഓഫ് ദ റൊമാൻറ്റിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഇന്റർണലൈസ്ഡ് ആണ്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് റാദർ ദാൻ ചർച്ച്, സ്റ്റേറ്റ് ഓർ അക്കാദമി അല്ലെ. ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇതിന് തൊട്ട് മുന്നേയുള്ള ഏജിൽ വരെ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് ബിഷപ്സിനെ കുറിച്ചും ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും പിന്നെ പ്രീസ്റ്റിനെ കുറിച്ചിട്ടുള്ള ജീവിതകഥകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ലിറ്ററേച്ചറിൽ. എന്നാൽ റൊമാൻറ്റിസിസം ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? ദ റിയൽ ലൈഫ് ഓഫ് കോമൺ മാൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ വില്യം ബ്ലേക്ക് ആണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളായിട്ട് പറയുന്നത്. സോ അതിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിബല്യൻ അഗെയിൻസ്റ്റ് സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ആരാ പറഞ്ഞത്? നമ്മുടെ വില്യം ബ്ലേക്ക്. ഓക്കെ, അപ്പൊ അത് മാനിഫെസ്റ്റേഷൻ ഇവിടെ പറയുമ്പോൾ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അദ്ദേഹം എടുത്തുള്ള ഒരു കാര്യം എന്നുള്ളതാണ് കേട്ടോ. റിബല്യൻ അഗെയിൻസ്റ്റ് സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിബല്യൻ അഗെയിൻസ്റ്റ് സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലെ. അവിടെ പലതരത്തിലുള്ള എന്തുണ്ടായിരുന്നു? പലതരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ അതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ആര് വന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ വില്യം ബ്ലേക്ക്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കീ തീംസ് എന്ന് പറയുന്നത് എന്താണ്? മൈൻഡ് ഫോർഗെറ്റഡ് മനാക്കൽസ് അല്ലെ, ചർച്ച് സ്റ്റേ ഡിസ്ട്രോയ് ഇന്നസെൻസ് ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ത്രൂ ചൈൽഡ് ലേബർ. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? അതായത് ചർച്ചും സ്റ്റേറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഇന്നസെൻസ് ആണ് അല്ലെ. അതായത് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വേണ്ട കുറച്ച് പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് തരേണ്ടത്. നേരെ മറിച്ച് ചർച്ചും സ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നത് ദേ ഡിസ്ട്രോയ് ഇന്നസെൻസ് എന്നാണ് വില്യം ബ്ലേക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ത്രൂ ചൈൽഡ് ലേബർ അല്ലെ, ചൈൽഡ് ലേബറിലൂടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആണ് അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് വില്യം ബ്ലേക്ക് പറഞ്ഞത്. അപ്പൊ വളരെ കുറച്ചൊരു കാര്യം മാത്രം വില്യം ബ്ലേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് എന്താ സെർച്ച് ചെയ്താലേ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ധാരാളം കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നൗ വില്യം വേർഡ്സ്വർത്ത് ആണ് നമ്മുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള ആള്. ഹിസ് മാനിഫെസ്റ്റേഷൻ വാസ് ലൈക്ക് ദിസ്: അതോറിറ്റി ഓഫ് പേഴ്സണൽ മെമ്മറി ആൻഡ് കണ്ടംപ്ലേഷൻ അല്ലെ, പേഴ്സണൽ മെമ്മറി ആൻഡ് കണ്ടംപ്ലേഷൻ. അദ്ദേഹത്തിന്റെ കീ തീംസ് എന്ന് പറഞ്ഞാൽ എന്താ? എലവേറ്റർ, റസ്റ്റിക് പെസന്റ്, സോളിറ്ററി വാണ്ടറർ. ദെൻ പോയട്രി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അതും നിങ്ങൾ മറക്കരുത്, പവർഫുൾ ഫീലിങ്സ്. പിന്നെ അവിടെ പോയട്രീന്റെ എന്താണ് അടുത്ത ഒരു പ്രിഫേസിൽ അദ്ദേഹം എഴുതി കൂട്ടിയിട്ടുള്ള വേറൊരു ഇതും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഡെഫിനിഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് ആൻഡ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ
This is O, origin. From emotion. Or recollected in tranquility. Emotion recollected in tranquility. Okay, അപ്പോൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നതിന്റെ കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട അദ്ദേഹത്തിന്റെ ഡെഫിനേഷന്റെ ബാക്കി ഭാഗം കൂടിയാണ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ എന്ത് വരുന്നത്, അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ കീ തീംസ് നമ്മൾ പറഞ്ഞു, എലവേറ്റഡ് പെസന്റ് അല്ലെ, അതായത് പെസന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കർഷകർ, അവരുടെ എലവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോളിറ്ററി വാണ്ടർ, അതായത് സ്പിരിച്വൽ ആയിട്ട് അല്ലെ, ഒരു സോളിറ്ററി ആയിട്ടുള്ള ഒരു വാണ്ടറിങ് നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാൻ പറ്റും. പിന്നെന്താണ്, അതായത് ഡിസ്ക്രൈബ് ദ ലോൺലിനെസ് ആയിട്ടുള്ള ജീവിതം കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാൻ പറ്റും. ഈ ലോർഡ് ബൈറനെ കുറിച്ച് ഇപ്പൊ വില്യം വേർഡ്സ്വർത്ത് ഇത്രയൊന്നും അല്ല, ടെക്സ്റ്റിൽ ഇനിയും ഉണ്ട്. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതാണിത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇനി ലോർഡ് ബൈറൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ആണ്, ഡിഫിയന്റ് ആണ്, മെലങ്കോളിക് ഔട്ട്കാസ്റ്റ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ കാണാൻ പറ്റും. കീ തീംസ് വരുന്നത് ഹി ഈസ് പൈനിയർഡ് ബൈ ബൈറോണിക് ഹീറോ. ഓക്കെ, ബൈറോണിക് ഹീറോ എന്നുള്ള ഒരു കാര്യം കൊണ്ടുവന്നത് നമ്മുടെ ലോർഡ് ബൈറൺ ആണ്. പാഷനേറ്റ് ആണ്, ദെൻ ബ്രൂഡിങ്, സിനിക്കൽ, പ്രൗഡ്ലി റിബല്യസ് അഗെയിൻസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ള കാര്യം കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അടുത്തത് നമുക്ക് പോവാം, സൂപ്പർ നാച്ചുറൽ കീസ് ആൻഡ് എസ്തെറ്റിക് തിയറി. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ കോളറിഡ്ജ്. ഓക്കെ, ST കോളറിഡ്ജ്. അദ്ദേഹത്തിന്റെ റൈം ഓഫ് ആൻഷ്യൻ മറൈന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്. ഇറ്റ് ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ ആപ്പ്. ഓക്കെ, നൗ ദ റൈം ഓഫ് ആൻഷ്യൻ മറൈന അല്ലെ, സോ വയലേഷൻ ഓഫ് ഓർഗാനിക് യൂണിവേഴ്സ് എന്നത്. സോ കില്ലിംഗ് ദ ആൽബട്രോസ്, നമുക്കറിയാം റൈം ഓഫ് ആൻഷ്യൻ മറൈനറിൽ എന്താ പറയുന്നത്, ആൻഷ്യൻ മറൈനർ തന്റെ കഥ അല്ലെ, അദ്ദേഹത്തിന് ഒരു എന്താ പറയണ്ടേ പണിഷ്മെന്റ് കിട്ടിയതാണ്, നേച്ചറിനോട് ചെയ്തിട്ടുള്ള ഒരു ക്രൂവാലിറ്റിക്ക് പകരമായിട്ട് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ കഥ. ഹി ഫോഴ്സ്ഡ് ടു ടെൽ ഹർ സ്റ്റോറി ടു എവ്രി വൺ ലൈക് ഹു ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അടുത്തുള്ള എല്ലാവരോടും പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടി വരുന്നതാണ് അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആൽബട്രോസ് പക്ഷീനെ കൊന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് കൂടിയാണ്. അപ്പൊ അതൊരു വയലേഷൻ ആണ് അല്ലെ, വയലേഷൻ ഓർഗാനിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കില്ലിംഗ് ദ ആൽബട്രോസ്, അവിടെ ആ കില്ലിംഗ് ദ ആൽബട്രോസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അവിടെ ഉള്ളത്, കില്ലിംഗ് ദ ആൽബട്രോസ് അതായത് ക്രൈം അഗെയിൻസ്റ്റ് ഹോളി യൂണിറ്റി ഓഫ് നേച്ചർ ആൻഡ് ഗോഡ് അല്ലെ, നേച്ചറിന്റെയും ഗോഡിന്റെയും ഒരു ക്രൈമാണ് അല്ലെ, അവർക്കെതിരെയായിട്ട് നടത്തിയ ഒരു ക്രൈമും കൂടിയാണ് കില്ലിംഗ് ദ ആൽബട്രോസ് എന്നുള്ളത്. അതായത് ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷി ഒരു സാധാരണ ഒരു കോമൺ ബേർഡാണ്, അത് അവരെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ വന്നിട്ട് നമ്മുടെ മറൈനർ അതിനെ കൊല്ലുകയാണ്. അതിനുശേഷമാണ് ആ നേച്ചർ ആകെ മാറി മറിയുകയും അറ്റ്മോസ്ഫിയർ വാസ് സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് ദം അല്ലെ, അങ്ങനെയൊക്കെ നമുക്കുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയത്. എന്നിട്ട് ആ ഒരു ക്രൈമിന് അദ്ദേഹത്തിന് കിട്ടിയ പണിഷ്മെന്റ് എന്തൊക്കെയാണ്, സ്റ്റാഗ്നന്റ് ഓഷ്യൻ അല്ലെ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓഷ്യൻ അറ്റ്മോസ്ഫിയർ, ദെൻ ഫാന്റം ഷിപ്പ് വിത്ത് ഡെത്ത് ആൻഡ് ലൈഫ് ഇൻ ഡെത്ത് അല്ലെ, വേറൊരു ഷിപ്പ് വരികയും അതിൽ ഡെത്തും ലൈഫ് ഇൻ ഡെത്തും കാണുകയും ഇദ്ദേഹത്തിന്റെ കോ ട്രാവലേഴ്സിനെ അല്ലെ ഡെത്ത് കൊണ്ടുപോവുകയും ഇയാൾ ഒറ്റയ്ക്കാവുകയും ചെയ്യുന്ന കുറെ പണിഷ്മെന്റുകൾ നമ്മളവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ അതാണ് അതിലെ മെയിൻ കാര്യം. അപ്പൊ സൂപ്പർ നാച്ചുറൽ എലമെന്റിന്റെ ഒരു പ്രാധാന്യം, റൊമാന്റിക് ലിറ്ററേച്ചറിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തതാണ് ഈ റൈം ഓഫ് ആൻഷ്യൻ മറൈനറിന്റെ അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് കൊളാപ്സ് ഓഫ് ഹ്യൂമൻ റീസൺ അല്ലെ,
അതായത് റാഷണൽ ലോജിക് ഷാറ്റേഴ്സ് ബിഫോർ ദ സൂപ്പർ നാച്ചുറൽ അല്ലെ. നമ്മൾ ചിന്തിക്കുന്ന സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് അല്ലെ നമ്മുടെ ഈ ഔട്ട് ഓഫ് ഇമാജിനേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ റാഷണൽ തിങ്കറിന് ഒരിക്കലും ലോജിക്കായിട്ടൊന്നും തോന്നില്ല. അപ്പൊ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന് മുന്നേ അത് ഷാറ്റർ ചെയ്ത് കടത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. Then reduction only begins when mariner instinctively blesses the water snakes, recognizing interconnected sanctity of all life. അല്ലെ, എന്നിട്ട് ലാസ്റ്റ് ആ ഒരു വാട്ടർ സ്നേക്കിനെ പ്രൈസ് ചെയ്തതോടുകൂടിയാണ് അവർക്ക് മറൈനർക്ക് എന്ത് കിട്ടുന്നത്, ഒരു റിഡംഷൻ അല്ലെ, അതിൽ നിന്നൊരു ഒരു റിലാക്സേഷൻ കിട്ടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പർപ്പസ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് നോട്ട് ഗോത്തിക് ഷോക്ക് വാല്യൂ അല്ലെ. ഒരു ഗോത്തിക് ഷോക്ക് അല്ലെങ്കിൽ ഗോത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി നമ്മളെ പേടിപ്പെടുത്തുന്ന ഡാർക്ക് ആൻഡ് വ്യൂ ഉള്ള കാര്യം, ഡേഞ്ചറസ് കാര്യമാണ് ഗോത്തിക്. അപ്പൊ ഇവിടെ ഗോത്തിക് ഷോക്ക് വാല്യൂ അല്ല, എന്നാൽ എ പ്രൊഫൗണ്ട് സൈക്കോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ ഹ്യൂബ്രിസ് ആൻഡ് മോറൽ കോൺസിക്വൻസ് എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് മോറലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ ഒരു കണക്ഷൻ ആണ് നമുക്കിവിടെ ഇത് കാണാൻ പറ്റുന്നത് അല്ലെ. ഹ്യൂബ്രിസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹ്യൂബ്രിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹങ്കാരം, അഹന്ത എന്നൊക്കെയാണ്, ധാർഷ്ട്യം. അപ്പൊ അത് എങ്ങനെയാണ് ഒരു മോറൽ കോൺസിക്വൻസിന്റെ അല്ലെ, അത് എങ്ങനെയാണ് ഒരു റിസൾട്ട് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നത്. മീൻസ് അതിലൂടെ പോയിട്ട് കാണിച്ചു തരുന്നത് എന്താണ്, നമ്മള് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് വി ഓൾവേസ് ബി obedient to the nature എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, so that's all about the supernatural elements of Coleridge's poetry, The Rime of the Ancient Mariner. ഇനി നമുക്ക് എസ്തെറ്റിക് തിയറി നോക്കാം. ജോൺ കീറ്റ്സിന്റെ ജോൺ കീറ്റ്സിന്റെ പോവാം അടുത്ത. നമ്മളിപ്പോ എസ്.ടി. കോളറിഡ്ജിനെ കുറിച്ച് സംസാരിച്ചു, ഇനി ജോൺ കീറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ബ്യൂട്ടി, ട്രൂത്ത് ആൻഡ് ട്രാൻസൈൻസ്, ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കവിതകളിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ബ്യൂട്ടിയാണ്, ദെൻ ട്രൂത്ത്, ദെൻ അല്ലെങ്കിൽ സെർച്ച് ഫോർ ട്രൂത്ത്, ദെൻ ട്രാൻസൈൻസ്. ഓക്കെ, സോ വാട്ട് ഈസ് ട്രാൻസൈൻസ്? ട്രാൻസൈൻസ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുക? ട്രാൻസൈൻസ് അല്ലെ. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ എന്താണ് സയൻസ് അല്ലെ, ശാസ്ത്രം. അപ്പോൾ ട്രാൻസൈൻസ് എന്ന് പറയുമ്പോൾ വളരെ മൊമെന്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒട്ടും അതെന്താണ് കൺഫേം അല്ലാത്ത, ശാശ്വതമല്ലാത്ത വളരെ മൊമെന്റസ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ ട്രാൻസൈൻസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഈ കീറ്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡ് ഉണ്ട്. അതിലൊരു ഫേമസ് വരിയാണ്, ബ്യൂട്ടി ഇസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ യു നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യു നീഡ് ടു നോ എന്നുള്ളത്. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? ബ്യൂട്ടി ആണ് ട്രൂത്ത്, ട്രൂത്ത് ആണ് ബ്യൂട്ടി അല്ലെ. അതാണ് നമുക്ക് ഈ ഇതിൽ വേണ്ടതും അതാണ് നമുക്ക് ആവശ്യമുള്ളതും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നതില് ഫ്രോസൺ ഇമ്മോർട്ടൽ ബ്യൂട്ടി വേഴ്സസ് മോർട്ടൽ ഡീകേ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഫ്രോസൺ ഇമ്മോർട്ടൽ ബ്യൂട്ടി വേഴ്സസ് മോർട്ടൽ ഡീകേ, ആർട്ട് ട്രാൻസെക്സ് ടൈം എന്നുള്ളത്. അപ്പോ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന ജോൺ കീറ്റ്സിന്റെ ഈ ഒരു ഇതില് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഫ്രോസൺ ഇമ്മോർട്ടാലിറ്റി അല്ലെ, ഫ്രോസൺ ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഇമ്മോർട്ടൽ ബ്യൂട്ടി വേഴ്സസ് മോർട്ടൽ ഡീകേ എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും മരണമില്ലാത്ത അനശ്വരമായ ഒരു ജീവിതം അല്ലെ, ഒരു അനശ്വരമായിട്ടുള്ള കാര്യം. സോ ഇതിലൂടെ അനശ്വരതയും അതേപോലെ മനുഷ്യ ജീവിതത്തിന്റെ ഇത്ര മൊമെന്റസ് ആയിട്ടുള്ള അല്ലെ, അതായത് നമ്മൾ പറയില്ല ചെറിയ ഒരു ഒട്ടും ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ. അപ്പൊ അതിന്റെ ഒരു താരതമ്യമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതാണ് ഫ്രോസൺ ആയിട്ടുള്ള ഇമ്മോർട്ടൽ ബ്യൂട്ടി വേഴ്സസ് മോർട്ടൽ ഡീകേ എന്ന് പറയുന്നത്. Then synesthesia, അതായത് blends senses to build immersive landscape, tasting some sunburned mirth എന്നുള്ളത്. Then ode to autumn, ode to autumn അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? treat decay as rich maturity, not loss. Transience gives beauty its ultimate value എന്നുള്ളത്. ഓക്കെ, ode to autumn നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. അതായത്
decay as rich maturity, അല്ലെ? റിച്ച് മെച്യൂരിറ്റിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഓഡ് ടു ഓട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. ഓഡ് ടു ഓട്ടം ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയം, അല്ലെ? ഇംഗ്ലീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ ജോൺ കീറ്റ്സിന്റെ പോയമാണ്. 19 സെപ്റ്റംബർ 1889 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? 89 ഓഡ്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇത് പറയുന്നത് വളരെ റിച്ച് സെൻസറി സെലിബ്രേഷൻ ഓഫ് ദ ഓട്ടം സീസൺ. ഓട്ടം സീസൺ പറയുന്നത് പോലെ തന്നെ ഓട്ടം സീസണിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത് കൂടിയാണ്. അതിൽ റിച്ച് ആയിട്ടുള്ള ഇമേജറീസ് നമുക്ക് കാണാം, എന്താ നമ്മുടെ കീറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അബൻഡൻസ്, അല്ലെ? It explores themes of abundance, beauty of nature cycle, and the inevitable melancholic transition from harvest to the decay of winter. അല്ലെ? ഹാർവെസ്റ്റ് വളരെ നമുക്ക് ആ ഒരു ഓട്ടം എന്ന് പറയുമ്പോഴേക്കും എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു സീസൺ കൂടിയാണ്. അപ്പോൾ വളരെ ഹാർവെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തിൽ നിന്ന് എല്ലാം കൊഴിഞ്ഞു പോകുന്ന, എല്ലാം ഡീക്കേ ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷനും അത് ഹ്യൂമൻ ലൈഫിനെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എന്താണ് കമ്പയർ ചെയ്തുകൊണ്ട് കൂടിയാണ് കീറ്റ്സ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എന്താ പറയുക കീറ്റ്സിന്റെ ഓഡ് ടു ഓട്ടത്തെ കുറിച്ചിട്ടും ഗ്രേഷ്യൻ ഓണിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇനി അടുത്ത ആളാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്. ഓൾറെഡി പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ ലിറിക്കൽ ബാലഡിന്റെ പോയറ്റിക് തിയറിയാണ് ഇവിടെ ഇനി പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു അല്ലെ? നേരത്തെ ഞാൻ അവിടെ എഴുതിയ സെയിം സാധനം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? Poetry is a spontaneous overflow of powerful feelings. It takes its origin from emotion recollected in tranquility. നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എക്സാമിന് ഇത് പഠിച്ചു പോവുക. ഓക്കെ, എന്ത് പഠിച്ചില്ലെങ്കിലും പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ പോയതെന്നല്ല അതിന്റെ അർത്ഥം. യു ഷുഡ് by heart this definition. Okay, poetry is a spontaneous overflow of powerful feelings and it takes its origin from emotions recollected in tranquility. Okay, emotions recollected in tranquility. അപ്പോൾ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പോവുക. അദ്ദേഹത്തിന്റെ ടിൻറ്റൺ അബേ, അല്ലെ? രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടിൻറ്റൺ അബേ, ഡഫോഡിൽസ്, അല്ലെ? ഈ രണ്ട് പോയട്രി നമ്മൾ അവിടെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിൻറ്റൺ അബേയിൽ അദ്ദേഹത്തിന്റെ മെമ്മറീസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മെമ്മറി റീകൺസ്ട്രക്ട് പാസ്റ്റ് സെൻസറി എക്സ്പീരിയൻസ്, മാപ്സ് spiritual evolution, childhood raw delight, then it mature recognition of sublime spirit rolling through all things. അല്ലെ? അതായത് ആ ടിൻറ്റൺ അബേയിലേക്ക് തിരിച്ചു പോകുന്നതും അദ്ദേഹം അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്, മെമ്മറീസ് ആണ് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ദെൻ ഡഫോഡിൽസ്, ഒരു കൂട്ടം അല്ലെ ഡഫോഡിൽസ് ഫ്ലവേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പോയമാണ് ഡഫോഡിൽസ്. അതിലെന്താണ്? quintessential emotion recollected in tranquility എന്നും ഇവിടെ പറയാം. Daffodil stored in memory flash upon the inward eye during the pensive mood, regenerating the spirit. അപ്പൊ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പല സ്ട്രഗിൾ ലൈഫിലും അദ്ദേഹം അനുഭവിച്ച പല കാര്യങ്ങൾക്കും കൺസോൾ അല്ലെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച ഇത്തരത്തിലുള്ള പഴയകാല ഓർമ്മകളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ക്ലാസ് കാണുക കേട്ടോ. പിന്നെ പേഴ്സി ബി ഷെല്ലിയുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഐഡിയൽസ് അല്ലെ? മീൻസ് ഷെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഐഡിയൽസ്, പ്രൊഫസി ആൻഡ് ട്രാൻസെൻഡൻസ് ഒക്കെ പറയാം. സോ ഹി ഇസ് പോയറ്റ് ആസ് അൺനോളജ്ഡ് ലെജിസ്ലേറ്റർ ഓഫ് ദ വേൾഡ്. എന്താണ്? he is the unknowledged legislator of the world, driver of revolutionary human progress. അപ്പോൾ ഒരു റവല്യൂഷണറി ഹ്യൂമൻ പ്രോഗ്രസിന്റെ ഒരു ബേസ് ആയി നിന്നത് നമ്മുടെ ബി ഷെല്ലിയാണ് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഓഡ് ടു വെസ്റ്റ് വിൻഡ് അല്ലെ? ഇതിൽ അദ്ദേഹം ബെഞ്ചിനെ എങ്ങനെയാണ് സിംബലൈസ് ചെയ്തിട്ടുള്ളത്? ഒരു ഡിസ്ട്രോയർ ഓഫ് ഡീകെ, ദെൻ പ്രിസർവർ ഓഫ് ന്യൂ ലൈഫ് ആയിട്ടാണ്. ഡീകെനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരാളായിട്ടും ദെൻ പ്രിസർവർ ഓഫ് ന്യൂ ലൈഫ് ആയിട്ടാണ്. ദെൻ പിന്നെ പറയാനുള്ളത് എന്താണ്? പൊളിറ്റിക്കൽ മെറ്റഫോർ ഫോർ സീസണൽ റിന്യൂവൽ. ഓക്കെ, ഇവിടെ വിൻഡിനെ
പൊളിറ്റിക്കൽ മെറ്റഫർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഫോർ സീസൺ റിന്യൂവൽ. ദെൻ ഇറ്റ് ends with immortal line, if winter comes can spring be far behind. അല്ലെ, ഇപ്പൊ ഒരു നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നിൽ അതിനെ മറിച്ച് അല്ലെ അതിന്റെ അച്ചീവായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു കാര്യം എന്തായാലും വരും എന്നുള്ളത്. അതായത് വിന്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫാർ ബിഹൈൻഡ് ആയിട്ട് എന്തുണ്ട്, സ്പ്രിങ്ങും ഉണ്ട് അല്ലെ. സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, സീസൺ ഓഫ് ഹോപ്പ് അല്ലെ ഒക്കെയാണ്. അപ്പൊ ഒരു ഹോപ്പ്, പ്രതീക്ഷ എപ്പോഴും നമുക്ക് പിന്നിലിട്ട് എന്നൊരു കാര്യം കൂടിയാണ്. സോ അതൊരു ഫേമസ് ലൈൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്നുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള അടുത്തൊരു പോയമാണ് ടു എ സ്കൈലാർക്ക്, ഓഡ് ടു എ സ്കൈലാർക്ക് അല്ലെ. അതിൽ ഒരു ബേർഡിനെ, സ്കൈലാർക്ക് എന്ന് പറഞ്ഞ ബേർഡിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. സോറിംഗ് ബേർഡ് ആയിട്ടുള്ളത് അല്ലെ, അൺബോഡീഡ് പ്യുവർ സ്പിരിച്വൽ ജോയ് ആണ് അത് കാണിക്കുന്നത്. സിങ്സ് വിത്തൗട്ട് എക്സിസ്റ്റൻഷ്യൽ ഡ്രെഡ്, ദെൻ എംബോഡീസ് ദ റൊമാൻറ്റിക് ഐഡിയൽ. എന്തൊക്കെയാണ്, അൺമെഡിറ്റേറ്റഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, അബ്സല്യൂട്ട് ട്രാൻസെൻഡൻസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി നമ്മുടെ ക്ലാസ് കണ്ടാലും ഈവൻ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാലും ഇവൻ ഗൂഗിളിലും എല്ലാം ഈ ഒരു എല്ലാ വർക്ക്സും എന്താണ് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ എക്സാം ഓറിയന്റഡ് കൂടിയാണ് കേട്ടോ. ഇവരെല്ലാം നിങ്ങൾ എക്സാമിന് നോക്കണം എന്നാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് റോബർട്ട് സദയുടെ ആഫ്റ്റർ ബ്ലെനെയിം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആന്റി വാർ റെട്ടോറിക് ആൻഡ് ഡ്രമാറ്റിക് ഐറണി ആണ് 1798 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാൻഡ് മാർക്ക് ആന്റിബ പോയം. എന്താണ് ചിലപ്പോൾ ചോദിക്കും ആഫ്റ്റർ ബ്ലെനെയിം എന്താണ്. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ഇറ്റ്സ് എന്താണ് ആന്റിബ പോയം എന്നുള്ളത് അല്ലെ. വാറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്, ആന്റിബ പോയമാണ്. Then it is exposing the emptiness of military glory through dramatic irony. അല്ലെ, ഡ്രാമാറ്റിക് ഐറണി ഉപയോഗിച്ചിട്ട് ഈ മിലിറ്ററി ഗ്ലോറി എന്താണ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാറിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എംപ്റ്റിനെസ് ആണ് ജീവിതത്തിന് തരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ അദ്ദേഹം പറയുന്നത്. റിട്ടേൺ ഡ്യൂറിംഗ് നെപ്പോളിയോണിക് വാർ ആൻസൈറ്റീസ്, ആ ഒരു ടൈമിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഇനി അതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾഡ് കാപ്സർ അല്ലെ, നമുക്ക് ഈ ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ, ആപ്പിൽ കണ്ടാൽ മതി. ഓൾഡ് കാസ്പർ ഉണ്ട്, പെസന്റ് അല്ലെ. അതായത് രണ്ട് കുട്ടികള് ഈ അച്ഛനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് വാർ നമുക്ക് തന്നത് അല്ലെ, അതിലൂടെ എന്താ നമുക്ക് കിട്ടിയത്. അപ്പൊ ചില സ്ഥലത്തൊന്നും ഈ പെസന്റിന് ഉത്തരം പറയാറില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒക്കെയാണ് അല്ലെ. അതായത് ഉത്തരം കിട്ടാത്ത കുറെ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ മീനിങ്ലെസ് ആയിട്ട് വെറുതെ കുറെ സമയം കളഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വിൽഹെൽമൈൻ ആൻഡ് പീറ്റർ കിൻ, രണ്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്. പീറ്റർ കിൻ ഫൈൻഡ്സ് എ സ്കൾ, ദ റിലിംഗ് ഓഫ് ബാറ്റിൽ ഓഫ് ബ്ലെനെയിം. ബാറ്റിൽ ഓഫ് ബ്ലെനെയിൽ നിന്നും ഒരു സ്കള് കണ്ടെത്തിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ദെൻ ഡ്രമാറ്റിക് ഐറണി, എന്താണ് ഡ്രമാറ്റിക് ഐറണി അവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് എന്താണ്, കാസ്പർ റിപ്പീറ്റഡ്ലി call it famous victory yet cannot answer what good came for it or what the soldiers fought for. ലൈക്ക് എപ്പോഴും ഒരു ഡ്രാമാറ്റിക് ഐറണി നമുക്ക് ആ ഒരു പോയത്തിൽ കാണാൻ പറ്റും. എന്താണ്, കാസ്പർ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് പെസന്റ് എപ്പോഴും പറയുന്നുണ്ട്, റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് ഫേമസ് വിക്ടറി അല്ലേ, നമ്മുടെ വിജയഗാഥയാണ് അത് എന്ന്. എന്നാൽ അദ്ദേഹത്തിന് ഒരിക്കലും എന്താണ് അതിലൂടെ നല്ലതായിട്ട് കിട്ടിയത് എന്നുള്ള ഒരു ഉത്തരം ഹി കനോട്ട് ഗിവ് എ ഗുഡ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് സോൾജിയേഴ്സ് ഫോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തത് എന്നുള്ളതും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു ഡ്രമാറ്റിക് ഐറണിയാണ്, ഒരു വിരോധാഭാസം ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ plague word auditor. Citizens are systematically indoctrinated to glorify war, blind to mass slaughter and senseless human destruction left behind. Like citizens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, they are blind അല്ലെ. അതായത് വാറിനെ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ മാസ് ആയിട്ടുള്ള സ്ലോട്ടറും സെൻസ്ലെസ് ആയിട്ടുള്ള ഹ്യൂമൻ ഡിസ്ട്രക്ഷൻ ഒക്കെ അവിടെ ഇരിക്കുമ്പോഴും അതൊക്കെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ എന്താ പോയിന്റ് കൊടുക്കുന്നുണ്ട്, ഒരു വ്യൂ പോയിന്റും കൂടിയാണ്. Now William Blake. അപ്പോൾ that's all about the Robert Sunday's After Blenheim ആന്റിബ പോയം ആണ് എന്ന് മനസ്സിലാക്കുക.
വില്യം ബ്ലേക്കിന്റെ സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും 2 കവിതകളാണ്. ഒന്ന് ചൈൽഡ് ലൈഫും ഒന്ന് അഡൾട്ട് ലൈഫും വ്യൂ പോയിന്റ് ആണ് അല്ലെ. സോ ഐറണി ഓഫ് ഫേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ദ ലാംബ് അല്ലെ, ദ ലാംബ് 3 കവിതകളായിരുന്നു നമുക്ക് അവിടെ. ദ ടൈഗർ, ദ ലാംബ് ആൻഡ് ദ ചിമ്നി സ്വീപ്പർ 3 കവിതകളാണ് വില്യം ബ്ലേക്കിന്റെ അവിടെ പഠിക്കാനുണ്ടായിരുന്നത്. സോ ലാംബിനെയാണ് അവിടെ എന്തായിട്ടുള്ളത്, ഇന്നസെൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത് അല്ലെ. പ്യുവർ അൺകറപ്റ്റഡ് സ്പിരിച്വൽ ചൈൽഡ്ഹുഡ്, സോഫ്റ്റ് ആണ്, മൈൽഡ് ആണ്, സെക്യൂർ ആണ്, ലിങ്ക്ഡ് ടു ക്രിസ്റ്റ് അല്ലെ, ദൈവവുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തു ആയിട്ട് കൂടുതൽ ക്ലോസസ് ആയിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ് ലാംബ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ആട്ടിൻകുട്ടി, അതിലൂടെ പറയുന്നത് ഇന്നസെൻസ് ആണ് അല്ലെ, കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസ് ആണ്. ദെൻ സിമ്പിൾ റീഅഷ്യൂറിംഗ് ലാംഗ്വേജ്, ഹാർമോണിയസ് യൂണിവേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ടൈഗർ, ഇവിടെ ഇപ്പൊ ഞാൻ ചിമ്മിനി സ്വീപ്പർ എക്സ്പീരിയൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എക്സ്പീരിയൻസിൽ നമുക്ക് ആ ടൈഗറിന്റെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലെ. ടൈഗർ വേട്ടയാടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എന്താണ് വ്യൂ പോയിന്റും അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ കാണണം, അത് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, ചിമ്മിനി സ്വീപ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കൈൻഡ് ഓഫ് പോയം നമുക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നു. അതിലെന്താണ്, കുട്ടികളെ വളരെ യങ് ഏജിൽ തന്റെ പാരന്റ്സ് അല്ലെ കൊണ്ട് ചൈൽഡ് ലേബർ, ചിമ്മിനി സ്വീപ്പറിന് വേണ്ടിയിട്ട് കൊണ്ടാക്കുന്നു, ചിമ്മിനി ലേബറിന് വേണ്ടിയിട്ട്. അതായിരുന്നു ആ ഒരു കവിത പറയുന്നത്. ചിൽഡ്രൻ സോൾഡ് ഇൻ ടു ബ്രൂട്ടൽ സൂട്ട് ലേബർ അല്ലെ, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് ജോബ് ഫോർ ദം. ഇറ്റ് ഇസ് ലൈക്ക് വാട്ട് ബ്രൂട്ടൽ സൂട്ട് ലേബർ അല്ലെ. ദെൻ ടോം ഡാക്കേഴ്സ് ഏഞ്ചൽ ഡ്രീം. അപ്പൊ അങ്ങനെ ഏഞ്ചൽ ഒരു ഡ്രീമിൽ വരികയും, ആരുടെ ഡ്രീമിലാണ് വന്നത്, ടോം ടാക്കറിന്റെ ഡ്രീമിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്തത്, ഏഞ്ചൽ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സ്വപ്നമൊക്കെയാണ് അവിടെ ഉള്ളത് അല്ലെ. ചർച്ച് പ്രോമിസസ് ഓഫ് ഹെവൻലി റിവാർഡ് യൂസ്ഡ് ടു കീപ് ചിൽഡ്രൻ ഡോക്കിൽ ആൻഡ് കംപ്ലൈന്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ ബ്ലേക്സ് കോർ ഐറണി. ഇവിടെ ബ്ലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഐറണി, വിരോധാഭാസം എന്താണ്, റിലീജിയസ് കംഫർട്ട് വെപ്പനൈസ്ഡ് ബൈ സ്റ്റേറ്റ് ടു ജസ്റ്റിഫൈ കണ്ടിന്യൂസ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഓൺ എർത്ത്. അല്ലെ, ഈ ഒരു എർത്തില് ചിൽഡ്രൻ അനുഭവിക്കേണ്ടി വരുന്ന കണ്ടിന്യൂസ് എക്സ്പ്ലോയിറ്റേഷൻ, അവരെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ചർച്ച്, ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവരെ എന്താ ചെയ്യേണ്ടത്, സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അവര് പോലും ഇത്തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള ഒരു ക്രിറ്റിസിസം ആണ് ബ്ലേക്ക് ഇവിടെ ചെയ്യുന്നത്. സോ റിലീജിയസ് കംഫർട്ട് വെപ്പണൈസ്ഡ് ബൈ സ്റ്റേറ്റ് ടു ജസ്റ്റിഫൈ കണ്ടിന്യൂസ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഓൺ എർത്ത്, ലൈക് ഇന്നസെൻസ് ഡിസ്ട്രോയ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവിടെ ആ ഒരു ചിൽഡ്രന്റെ ഇന്നസെൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് എന്നുകൂടിയാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മേരി ഷെല്ലിന്റെ ബ്ലോക്ക് 4 ഇറ്റ്സ് ഓൾ അബൌട്ട് മേരി ഷെല്ലീസ് ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ. സോ ഫ്രാങ്കെൻസ്റ്റീൻ ഓർ ദ മോഡേൺ പ്രൊമത്തിയസ്, എ ക്രിട്ടിക് ഓഫ് എൻലൈറ്റ്മെന്റ്, ഹ്യൂബ്രിസ് ആൻഡ് ഡിഫെൻസ് ഓഫ് റൊമാൻറ്റിക് വാല്യൂ എന്നുള്ളതാണ്. അതിന്റെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങള് മേരി ഫ്രാങ്കെൻസ്റ്റീന്റെ നോവലിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് എഴുതാവുന്നത്, ദിസ് വൺ, ദ മോഡേൺ പ്രൊമത്തിയസ്, എ ക്രിട്ടിക് ഓഫ് എൻലൈറ്റ്മെന്റ്, ഹ്യൂബ്രിസ് ആൻഡ് ഡിഫെൻസ് ഓഫ് റൊമാൻറ്റിക് വാല്യൂസ് എന്നുള്ളത്. സോ ഇവിടെ ക്രിയേറ്റർ വേഴ്സസ് ക്രിയേച്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫ്രാങ്കെൻസ്റ്റീൻ എന്നുള്ളത്, അതൊരു നോവലാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു എന്താ പറയുക, സയൻസ് നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒന്നുമില്ല, ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നമുക്ക് ക്ലാസ്സിൽ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ഫോർ ദിസ് ബ്ലോക്ക്. ഓക്കെ, സോ ഇവിടെ ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു നോവൽ റിട്ടൺ ബൈ നമ്മുടെ ആരാണ് റിട്ടൺ ചെയ്തിട്ടുള്ളത്, നമ്മുടെ മേരി ഷെല്ലിയാണ് കേട്ടോ. മേരി ഷെല്ലി ഈസ് ദ ഡോട്ടർ ഓഫ് ഫിലോസഫർ വില്യം ഗോഡ്വിൻ ആൻഡ് ഫെമിനിസ്റ്റ് റൈറ്റർ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെയും ഗോഡ്വിനിന്റെയും മകളാണ് മേരി ഷെല്ലി. അപ്പൊ മേരി ഷെല്ലിന്റെയാണ് നമുക്ക് ഈ ഫ്രാങ്കെൻസ്റ്റീൻ പഠിക്കാനുള്ളത്. ഇറ്റ് വാസ് റിട്ടൺ അല്ലെങ്കിൽ പബ്ലിഷ് ഇൻ 1880. ഓക്കെ, 1818 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പൈനിയർ ഓഫ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഗോത്തിക് ഫിക്ഷൻ ആയിട്ടും സയൻസ് ഫിക്ഷനുമായിട്ടും ഈ ഒരു നോവൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു മെയിൻ ക്യാരക്ടറെ നമുക്ക് കാണാം, വിക്ടർ ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറെ കാണാം.
he is a young scientist who creates a living being from dead body parts through scientific experimentation. അപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാൾ ഒരു ഡെഡ് ബോഡിയിൽ നിന്നും ഒരു ലിവിംഗ് ബീയിങ്ങിനെ അല്ലെ ഒരു പുതിയതായിട്ട് ജന്മം കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സീനാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. കുറെ തരത്തിലുള്ള സയന്റിഫിക് എക്സ്പെരിമെന്റ്സിലൂടെ ഡെഡ് ബോഡിയിൽ നിന്നും ലിവിംഗ് ബീയിങ്ങിനെ ഉണ്ടാക്കുന്ന എന്താണ് ഒരു സയന്റിസ്റ്റിനെയാണ് ഇവിടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. However, Victor rejects his creation because of its ugly appearance. അപ്പോൾ ഇവൻ ഇത് ഉണ്ടാക്കിയാലും ആ ഒരു ക്രിയേഷനെ അവൻ എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ്. കാരണം ആ ഉണ്ടാക്കി വന്നപ്പോ ആ ഒരു പുതിയ ആൾ എന്തായി, ഭയങ്കര അഗ്ലി അപ്പിയറൻസ് ആണ് അല്ലെ, നോട്ട് അറ്റ് ഓൾ ഗുഡ് ലുക്കിംഗ്. സോ ഹി റിജക്ട്സ് ദാറ്റ് ക്രിയേഷൻ. സോ ദ ക്രിയേറ്റർ ബിക്കംസ് ലോൺലി ആൻഡ് മിസറബിൾ ആൻഡ് ഫൈനലി ടേൺസ് വയലന്റ്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ആയപ്പോ ഇവൻ ഉണ്ടാക്കിയ ഒരാൾ അല്ലെ, പുതിയതായിട്ട് ജന്മം നൽകിയതാണ്. ഇപ്പൊ ജന്മം നൽകിയ ആൾ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് വിക്ടർ അവനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു ലിവിംഗ് ബീയിങ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേച്ചർ പിന്നീട് വയലന്റ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. അപ്പൊ ഈ നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്താണ്, കോൺസിക്വൻസസ് ഓഫ് അൺകൺട്രോൾഡ് അംബിഷൻ ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റേഴ്സ് അല്ലെ. ഈ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സയന്റിസ്റ്റ് അവര് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അൺകൺട്രോൾഡ് ആയിട്ടുള്ള അംബിഷൻസ് ആയിരിക്കും അവർക്കുള്ളത്. പക്ഷെ ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് അംബിഷനിലൂടെ അവരത് ഉണ്ടാക്കിയിട്ട് ഒരാവശ്യമില്ലാതെ എനിക്കിതൊക്കെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമ്പോൾ അതിനുണ്ടാവും കോൺസിക്വൻസസുകളാണ് ഈ ഒരു നോവൽ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ആ നോവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്രയാണ് ഉള്ളത്. ഇനി വിക്ടർ ഡ്രൈവൻ ബൈ നാർസിസിസ്റ്റിക് ഡിസയർ ടു കോൺകർ മോർട്ടാലിറ്റി ആൻഡ് അച്ചീവ് ഗോഡ് ലൈക്ക് സ്റ്റേറ്റസ്. അപ്പൊ ഇവിടെ വിക്ടർ എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് തന്നെ, ഒരു ഗോഡ് ലൈക്ക് ആയിട്ടുള്ള ഫിഗർ തനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അല്ലെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മുതിരുന്നത് തന്നെ. ഫ്ലീസ് ഇൻ ഹൊറർ വെൻ ക്രിയേച്ചർ വെയിറ്റ്സ് അല്ലെ. ക്രിയേച്ചർ വയലന്റ് ആയപ്പോഴത്തേക്കും അതൊരു ഹൊറർ സീനായിട്ട് മാറുന്നുണ്ട്. ദെൻ ഡിനൈസ് ഇറ്റ്സ് വാം സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഇമോഷണൽ ഗൈഡൻസ്. അതൊക്കെ ആ ഒരു ക്രിയേച്ചറിന് നഷ്ടപ്പെടുകയാണ്. ദെൻ ക്രിയേച്ചർ ബോൺ നാച്ചുറലി benevolent, driven to violence by prejudice, rejecting society. സൊസൈറ്റിയെ മൊത്തം റിജക്ട് ചെയ്തിട്ട് ഭയങ്കര ബെനവലന്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ വിക്ടറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ട്രൂ മോറൽ മോൺസ്റ്റർ അല്ലെ. ഭയങ്കര ഒരു വലിയ ഒരു അപകടകാരിയായിട്ട്, അതായത് ഇത്ര അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തെ ഉണ്ടാക്കി മാറി നിൽക്കുന്ന ഒരു മോൺസ്റ്റർ ആയിട്ടാണ് വിക്ടറിനെ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. സോ ദ ആക്ട് ഓഫ് അബാൻഡൻമെന്റ് ഈസ് ദ ഒറിജിനൽ സിൻ അല്ലെ. അതായത് അബാൻഡൻഡ് ആയിട്ട് ഒരു കാര്യം ഉണ്ടാക്കുന്നത് ഒരു സിൻ ആയിട്ടാണ്. ദാറ്റ് ഇസ് അല്ലെങ്കിൽ the act of abandonment is the original sin എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അതിലെ നേച്ചർ വേഴ്സസ് സയൻസ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ തീം വരുന്നത്, ദ ഡീപ് ഡൈക്കോട്ടമി. അപ്പോൾ ആ ഒരു തീമിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം, വിക്ടേഴ്സ് സയൻസ് അല്ലെ. വിക്ടറിന്റെ സയൻസ് എങ്ങനെയാണ്, അഗ്രസീവ് ആണ്, ഇൻവേസീവ് ആണ്, അൺനാച്ചുറൽ ആണ്, ആൻഡ് ഗ്രേസ് റോബിംഗ് ഡാർക്ക് അല്ലെ. അപ്പോൾ ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ സയന്റിസ്റ്റ് ഓൾവേസ് സീക്കിംഗ് ഫോർ ദ വെൽത്ത് ഓഫ് ദ അല്ലെങ്കിൽ ഗുഡ് വെൽത്ത് അല്ലെങ്കിൽ ഗുഡ് ഫോർ ദ സൊസൈറ്റി അല്ലെ. സൊസൈറ്റിക്ക് ഗുഡ് ആണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മുടെ വിക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്, ഹീസ് അഗ്രസീവ്, ദെൻ അൺനാച്ചുറൽ ആണ് അല്ലെ. ഒരിക്കലും നമുക്ക് ഒരു നാച്ചുറലി അപ്രോപ്രിയേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അഗ്രസീവ്, ഇൻവേസീവ്, അൺനാച്ചുറൽ ആൻഡ് ഗ്രേവ് റോബിംഗ് അല്ലെ. ഗ്രേവ് റോബിംഗ്, ദെൻ ഡാർക്ക് ലാബ്സ് ബൈ പാസിംഗ് നാച്ചുറൽ ബേർത്ത് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് വിക്ടേഴ്സിന്റെ സയൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നേച്ചർ സ്ട്രൈക്സ് ബാക്ക്, വിക്ടേഴ്സ് ഹെൽത്ത് deteriorates whenever he isolates himself for called science. ഇങ്ങനെ ലാസ്റ്റും എന്താണ്, വിക്ടേഴ്സിന്റെ ഹെൽത്തും അവിടെ മോശമാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ മേരി ഷെല്ലി ചെയ്തത് എന്താണ്, ഷീ ഫ്രെയിംസ് നേച്ചർ ആസ് സബ്ലൈം ഹീലിംഗ് അല്ലെ. നേച്ചറിന്റെ ഒരു ഹീലിംഗ് പവർ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ വിക്ടർ റിപ്പീറ്റഡ്ലി സീക്സ് ഇൻ ഇറ്റ്സ് ട്രോമ യെറ്റ് ഫൈൻഡ്സ് നോ പീസ് അല്ലെ. ഒരിക്കലും ഒരു പീസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും റിപ്പീറ്റഡ്ലി ഒരു ട്രോമയിലേക്ക് പോകുന്ന വിക്ടറിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഹിസ് ഏലിയനേഷൻ ഫ്രം ഹ്യൂമൻ കമ്മ്യൂണിറ്റി പ്രിവെന്റ്സ് ട്രൂ ഹീലിംഗ്, റൊമാൻറ്റിക് വാർണിംഗ് അല്ലെ. റൊമാൻറ്റിക് വാർണിംഗ് ആണ് അവിടെ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഏലിയേഷനിലൂടെ. ഓക്കെ, so that's all about nature, the main theme of that
നോവൽ ദാറ്റ് ഇസ് മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ പറയാൻ പറ്റും ക്രിയേഷൻ ഓഫ് ദ മോൺസ്റ്റർ, ക്രിയേച്ചേഴ്സ് ഓഫ് സഫറിംഗ്, ഡിമാൻഡ് ഫോർ എ കമ്പാനിയൻ, ഓക്കെ, റിവെഞ്ച് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയാൻ നമുക്ക് എന്തൊക്കെ പറയാം? വിക്ടർ ഈസ് അംബിഷ്യസ്, ഇന്റലിജന്റ്, ക്യൂരിയസ്, ഒബ്സസ്ഡ് വിത്ത് നോളജ്, ഇറസ്പോൺസിബിൾ, സെൽഫ് സെന്റേർഡ് എന്ന് പറയാൻ പറ്റും. സോ വിക്ടർ represents the dangers of excessive ambition and irresponsible scientific experimentation എന്നുള്ളത്. പിന്നെ ക്രിയേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിയേച്ചർ ഈസ് ഇന്റലിജന്റ്, സെൻസിറ്റീവ്, ഇമോഷണൽ, ലോൺലി, റിജക്റ്റഡ് ബൈ സൊസൈറ്റി. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്താണ്? ദ ക്രിയേച്ചർ ബിക്കംസ് വയലന്റ് ബിക്കോസ് സൊസൈറ്റി ഡിനൈസ് ഹിം ലവ് ആക്സെപ്റ്റൻസ്. അല്ലെ, ക്രിയേച്ചർ എപ്പോഴാണ് വയലന്റ് ആയത്? സൊസൈറ്റി അവനിലേക്കുള്ള ആക്സെപ്റ്റൻസും അവനിലേക്കുള്ള ലവും ഒക്കെ നിഷേധിച്ചപ്പോഴാണ് ക്രിയേച്ചർ അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയതാണ്? മീൻസ് വയലന്റ് ആവാൻ തുടങ്ങിയത്. അല്ലെ, സോ ഇവിടെ മേജർ തീംസ് പറയുമ്പോൾ അംബിഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്, റെസ്പോൺസിബിലിറ്റി, ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്, അപ്പിയറൻസസ് വേഴ്സസ് റിയാലിറ്റി, നേച്ചർ വേഴ്സസ് സയൻസ്, നോളജ് ആൻഡ് ഡേഞ്ചർ ഒക്കെ മെയിൻ തീമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സാമിൻ ഫ്രാങ്കൻസ്റ്റൈൻ ആസ് എ ഗോത്തിക് നോവൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഗോത്തിക് നോവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇറ്റ് ഗിവ്സ് the readers a horror situation അല്ലെങ്കിൽ ഹൊറർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന നോവലിനെയാണ് നമുക്ക് ഗോത്തിക് നോവൽ എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇവിടെ നമുക്ക് ഹൊറർ ഉണ്ട് അല്ലെ. സോ ദ ക്രിയേഷൻ ഓഫ് ദ മോൺസ്റ്റർ പ്രൊഡ്യൂസസ് ഫിയർ ആൻഡ് ടെറർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൊറർ ആണ്. ദെൻ മിസ്റ്ററീസ് ഉണ്ട് അല്ലെ, കുറെ മിസ്റ്ററീസ് നമുക്ക് കാണാൻ പറ്റും. ദ നോവൽ കണ്ടെയ്ൻസ് മിസ്റ്റീരിയസ് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ്. ദെൻ ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആണ് ഗോത്തിക് നോവലിന്റെ മറ്റൊരു ഫീച്ചർ ആണ് ഡാർക്ക് അറ്റ്മോസ്ഫിയർ. സോ there are graveyards, storms and gloomy settings. So these are the examples of dark atmosphere. Then isolation is also there. Victor and the creature are isolated from society എന്ന് പറയാം. Then psychological conflict നമുക്ക് അവിടെ കാണാം. Characters experience fear, guilt and mental suffering. Then death and violence is also the main feature of Gothic novel. So here several murders and tragic events occur throughout the novel. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഗോത്തിക് നോവൽ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഇതിനെ ഏർലി സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കാൻ കാരണം? അതായത് സയന്റിഫിക് എക്സ്പെരിമെന്റ് ക്രിയേറ്റ്സ് ലൈഫ്, എക്സ്പ്ലോർസ് പോസിബിലിറ്റീസ് ഓഫ് സയൻസ് ആൻഡ് ഇറ്റ് എക്സാമിൻസ് എത്തിക്കൽ കോൺസിക്വൻസസ് ഓഫ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്, ദെൻ കമ്പൈൻ സയൻസ് വിത്ത് ഇമാജിനേഷൻ എന്നും പറയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ചാൾസ് ലാമ്പിന്റെ ഡിസർട്ടേഷൻ അപ്പോൺ റോസ്റ്റഡ് പിങ്ക് എന്നുള്ളൊരു പോയം ഉണ്ട് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ചാൾസ് ലാമ്പിന്റെ ആണ് കേട്ടോ, അത് ചാൾസ് ലാമ്പിന്റെ ആണത്. ചാൾസ് ലാമ്പിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് വരുന്നത് 1775 to 1834 ആണ് കേട്ടോ. ഓക്കെ, ചാൾസ് ലാംബ് എന്ന് പറയുമ്പോൾ 1775 to 1834 ആണ് ടൈം പീരീഡ് വരുന്നത്. വാസ് ആൻ ഇംഗ്ലീഷ് എസ്സേസ് നോൺ ഫോർ ദിസ് പേഴ്സണൽ ആൻഡ് ഹ്യൂമറസ് എസ്സേ. പേഴ്സണലും ഹ്യൂമറസ് ആയിട്ടുള്ള എസ്സേസും ആണ് അദ്ദേഹം കൂടുതൽ എഴുതാറ്. എലിയ എന്ന് പറയുന്ന പെൻ നെയിമിലാണ് അദ്ദേഹം അറിയപ്പെടാറ് കേട്ടോ, എലിയ. ഓക്കെ, സോ ഹിസ് പെൻ നെയിം വാസ് എലിയ. സോ ഇതിന്റെ ഒരു എസ്സേ അല്ലെങ്കിൽ ഡിസർട്ടേഷൻ അപ്പോൺ ദ റോസ്റ്റഡ് പിഗ് എന്ന് പറയുന്നത് അതൊരു എസ്സേ ആണ്, ഹ്യൂമറസ്ലി നറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ്. ചൈനീസ് ലെജൻഡ് നറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. ഇപ്പോൾ ദ ആക്സിഡന്റൽ ഡിസ്കവറി ഓഫ് റോസ്റ്റ് പിഗ്, അതായത് ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള പിഗിനെ കിട്ടിയത് എങ്ങനെയാന്നുള്ള ഒരു ഹ്യൂമറസ് വേയിൽ എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണത്. ഇതില് ബോബു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബോബോ പറഞ്ഞിട്ടുള്ള ഒരു ബോയ് ഉണ്ട്. ആ ഒരു ബോയ് ഒരു ഭയങ്കര ഫയർ ചെയ്ത അല്ലെങ്കിൽ കത്തി നശിച്ച ഒരു വീട്ടിൽ നിന്നും റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കത്തി നശിച്ച വീട് ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യണം, എന്തോ ഒരു ജീവിയുടെ വേവിച്ച ഒരു മാംസം കഴിക്കാനിടയായി. അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അവൻ തോന്നി. അപ്പൊ അത് പിഗിന്റെ ആണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവൻ അത് ഡെലീഷ്യസ് ഫ്ലേവർ ആയിട്ട് കണക്കൂട്ടാണ്. എന്നിട്ട് ഈ ഒരു ന്യൂസ് അവിടെ മൊത്തമായിട്ട് സ്പ്രെഡ് ആകുകയാണ്. ഇങ്ങനെ ഒരു സംഭവം കിട്ടി, അത് ഭയങ്കര ടേസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി അവിടുത്തെ ചുറ്റുമുള്ള ആളുകള്
ഈ ഒരു റോസ്റ്റ് പിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള പോർക്ക് കിട്ടാൻ വേണ്ടി ഇന്റൻഷനലി വീടുകൾ കത്തിക്കുന്ന ഒരു സീനാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. സോ ഇവൻച്വലി ദേ റിയലൈസ് ദാറ്റ് പിഗ്സ് ക്യാൻ ബി റോസ്റ്റഡ് വിത്തൗട്ട് ബേണിംഗ് എൻറ്റയർ ഹൗസ്. അപ്പോൾ ഈ ഒരു പിഗിന്റെ വേവിച്ച കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അവർ ഹൗസുകളൊക്കെ കത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവർ മനസ്സിലാക്കുകയാണ് വീട് കത്തിക്കാതെയും നമുക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള പിഗ് കിട്ടും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് ഈ ഒരു നോവലിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എസ്സേയിൽ പറയുന്നത് കേട്ടോ. ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് പേഴ്സണൽ എസ്സേ ആണ്. ദെൻ ഓൾസോ romantic subjectivity applied to whimsical everyday topics. Then technique എന്താണ്? mock heroic language ആണ്. elaborate historical fabrication. ബോബോ discovering crackling നമ്മൾ പറഞ്ഞു. deep sensory description നമുക്കിവിടെ കാണാം. humor എന്താണ്? extreme gravity applied to trivial culinary subject, subverting serious philosophical tone for contemporaries. Then romantic link എന്താണ്? it celebrates raw unadulterated human pleasure, democratizes romantic sensibility from lofty nature worship to the humble dinner table എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. ഇനി ഹെൻറി ക്ലെവർ ക്യാരക്ടർ ഫോയിൻ ഫ്രാങ്കൻസ്റ്റൈൻ, അത് നിങ്ങൾക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി പറയാനുള്ളത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇതവിടെ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? കീ കോൺസെപ്റ്റ് ആൻഡ് സ്ട്രൈക്കിംഗ് കാര്യം അല്ലേ, അതായത് ലിറിക്കൽ ബാലഡ് 1798 ലിറിക്കൽ ബാലഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? വെയിറ്റ്, ഓക്കെ, ലിറിക്കൽ ബാലൻസിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഡെമോക്രാറ്റിക് എസ്തെറ്റിക് ലാംഗ്വേജ് റിയലി യൂസ്ഡ് ബൈ മെൻ എന്നുള്ളത്. സോ വേർഡ്സ്വർത്ത് തിയറി, ബാലറ്റ് റിവൈവൽ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ദെൻ ആൻഷ്യൻ മറൈനർ അല്ലെ, അത് നമ്മൾ റൈം ഓഫ് ആൻ ആൻഷ്യൻ മറൈനർ, ഹിബ്രിസ്, സൂപ്പർ നാച്ചുറൽ ആസ് തിയോളജി, റിഡംഷൻ വയ എംപതി എന്നുള്ളത് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ചോദിക്കാം. ദെൻ ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ നമ്മൾ സംസാരിച്ചു, ബ്യൂട്ടി, ട്രൂത്ത് അല്ലെ, അതിന്റെ ഒരു എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യം, ആർട്ട് ആസ് എറ്റേണൽ വേഴ്സസ് മോർട്ടൽ ട്രാൻസൈൻസ്. ദെൻ ആഫ്റ്റർ ബ്ലെൻഡിങ് നമ്മൾ സംസാരിച്ചു, ആൻഡിവർ ഐറണി ആണത്. ഫ്രാങ്കൻസ്റ്റൈൻ സംസാരിച്ചു, പ്രൊമത്തിയസ് മിത്ത് അല്ലെ, നേച്ചർ വേഴ്സസ് സയൻസ്, ക്രിയേറ്റേഴ്സ് മോറൽ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ശരിക്കും അതിൽ പറയുന്നത്. ദെൻ സോങ്സ് ഓഫ് ഇന്നസെൻസ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഡയലക്റ്റിക്കൽ ഐറണി, ചർച്ച് ആൻഡ് സ്റ്റേറ്റ്സ് ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആൻസർ ടിപ്പായിട്ട് പറയാനുള്ളത്? ഡിഫൈൻ ദ കോൺസെപ്റ്റ് ദെൻ അപ്ലൈ ഇറ്റ് ടു എ സ്പെസിഫിക് ടെക്സ്റ്റ്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ ആ കോൺസെപ്റ്റ് വളരെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്പെസിഫിക് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇഫ് ദ വിന്റർ ഗോസ് ദ സ്പ്രിംഗ് ഫാർ ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനത്തെ ടെക്സ്റ്റിലെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റിന്റെയും ലൈൻസ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ പോവുക. ദെൻ പോയിന്റ്, ഓതർ അല്ലെങ്കിൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒക്കെ എപ്പോഴും മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ കോഡ്, അറ്റ്ലീസ്റ്റ് 1 കീ ലൈൻ ആസ് പെർ ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈനിൽ ഒരു കോട്ടെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് പറയുക, കമ്പയർ പോയിന്റ്സ് വേറബിൾ ആപ്ലിക്കബിൾ, ഇന്നസെൻസ് വേഴ്സസ് എക്സ്പീരിയൻസ് ഒക്കെ അത്തരത്തിലുള്ള പോയിന്റ്സ് പോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമ്പയർ ചെയ്യുക. ആൻഡ് വിത്ത് റൊമാൻറ്റിക് സിഗ്നിഫിക്കൻസ് ലെഗസി. അപ്പൊ നമ്മൾ ഈ പേപ്പർ എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണ്. അപ്പൊ അതിന്റെ റൊമാൻറ്റിക് ഫീച്ചേഴ്സ് എന്താ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് യൂണിറ്റിൽ. അപ്പോൾ ഓരോ കാര്യം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന രീതിക്ക് അതിന്റെ റൊമാൻറ്റിക് റെലവൻസ് എന്താന്നുള്ളതും കൂടി നിങ്ങൾ എഴുതിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ എന്താണ് ദിസ് എക്സാം ഓറിയന്റഡ് സെഷൻ അല്ലെങ്കിൽ മെഗാ മാരത്തോൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, മാരത്തോൺ, നോട്ട് ദ മെഗാ മാരത്തോൺ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാരത്തോൺ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഇനി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കി പോവുക. സോ എക്സാമിനേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ജോൺ കീറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിസിസം ഒരിക്കലും നിങ്ങൾ നോക്കാതെ പോരുത്. ഹിസ്റ്റോറിക്കൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റൊമാൻറ്റിക് ഏജ് നോക്കുക. പോയട്രി ഓഫ് ദ മേജർ റൊമാൻറ്റിക് പോയിറ്റ്സ് ആരൊക്കെ നമ്മൾ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, പി.ബി. ഷെല്ലി, ജോൺ കീറ്റ്സ്, ലോർഡ് ബാരൺ. ഓക്കെ, റൊമാൻറ്റിക് പ്രോസ് എസേസ് നമ്മൾ പഠിച്ച വർക്ക്സുകളൊക്കെ നോക്കുക. ഇതിന്റെ തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നേച്ചർ, ഇമാജിനേഷൻ, ഇമോഷൻ, ഇൻഡിവിജ്വലിസം, ദെൻ റെവല്യൂഷൻ ആൻഡ് ലിബർട്ടി, ബ്യൂട്ടി ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. ഇതൊക്കെ നോക്കി പോവാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അപ്പോൾ മെയിൻ പോയിന്റ്സ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഓൾ ഗെറ്റ് ദ പോയിന്റ് ഓർ യു ഓൾ ഗോട്ട് ദ പോയിന്റ്സ്. ഇനി നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക, നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, എക്സാം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. സോ ഡു വെൽ ആൻഡ് റൈറ്റ് ദ എക്സാം വെൽ. ഓക്കെ, സോ ദാറ്റ്സ് all about our today's session. So thank you.